ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനൊരു യാത്രയിലാണ്. സ്ഥലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതെ, ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫ്രം നെടുമ്പാശ്ശേരി. ഇവളുടെ പട്ടി ഷോ ഒരാൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതാ ഞങ്ങളുടെ പട്ടി ഷോ വേറെ. നമ്മളവന് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ എങ്ങോട്ടാണ് പോണേന്നല്ലേ, ആരെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെയല്ലേ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ പറയുന്നുണ്ട് ഫിജി, ഞാൻ ആരെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരോ വരുന്നുണ്ടെന്നൊക്കെ. ശരിയാണ്, എൻ്റെ മൂത്ത മകൻ, അതായത് യശ്ബാൻ ബെന്നി, അവൻ ലണ്ടനിൽ നിന്നും 1.25 വർഷമായി പോയിട്ട് ഇപ്പോൾ വെക്കേഷന് വേണ്ടിയിട്ട് വരികയാണ്. 9 മാസത്തെ ഒരു ലോജിസ്റ്റിക്കിൻ്റെ കോഴ്സാണ് അവൻ അവിടെ പഠിച്ചത്. അവിടെ പഠിച്ചിട്ട് പിന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ പെരുന്നാളും കൂടിയാണല്ലോ. ഞാനിവിടെ കട്ട വെയിറ്റിംഗ് ആണ്, ഇവളും അതേ കട്ട വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ അന്ന ചേച്ചി പറയുന്ന പോലെ ബിസിനസ് ലോഞ്ചൊക്കെ കാണാൻ പോയി. അതൊക്കെ ഞങ്ങൾ കണ്ടു. അവിടെ വെച്ച് ഞങ്ങളുടെ റൊമാൻസ് മിസ്റ്റർ ബെന്നി, മൈ ഹസ്ബൻഡ്, റൊമാൻസാണ്. അതവിടെ കിട്ടിയ ഒരു പാലപ്പൂവാണ്. ബെന്നിച്ച് പറഞ്ഞു ഇത് പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പാലപ്പൂ എന്നൊക്കെ. ഇതേ വീണ്ടും ഒരു റൊമാൻസ്. പിന്നെ ഞാൻ മുടിയിട്ടാട്ടി എൻ്റെ പട്ടി ഷോ, മുടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പട്ടി ഷോ ഉണ്ടല്ലോ. അപ്പോൾ ബെന്നിച്ചൻ തലയിൽ പൂ വെച്ച് തരണോ എന്നാണ് ചോദിക്കുന്നത്. നല്ല മഴക്കാരുണ്ട്, മഴ നല്ലപോലെ ഗംഭീരമായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ആയിട്ട്. വീണ്ടും റൊമാൻസ്. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കുറേ ടൈം എടുത്തു. ഇപ്പോൾ ഇതേ വീണ്ടും എൻ്റെ പട്ടി ഷോ. നമ്മൾ മോനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ലേറ്റാണ്, 9 മണിക്ക് എത്തുന്ന പറഞ്ഞാൽ ഞങ്ങളൊരു 7 മണി കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്തിരിക്കുക തന്നെ. അങ്ങനെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അങ്ങനെ വന്നു എന്ന് മെസ്സേജ് കിട്ടി. നമ്മളിത് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ. മോന് കൊടുത്തപ്പോൾ അമ്മേനെ കൈ പിടിച്ചു. പക്ഷേ ഈ ഒരു സീനുണ്ടല്ലോ, കറക്റ്റായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 2 പേരും നല്ല കരച്ചിലായിരുന്നു. അവനെ കണ്ട സന്തോഷമാണ്, അല്ലാതെ ദുഃഖം കൊണ്ടല്ല, സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ്. അവനെ കണ്ടു. അതുപോലെ തന്നെ നമ്മളിത് അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇത്രയും, പക്ഷെ വീഡിയോ കോളുള്ള കാരണം കുഴപ്പമില്ല. എന്നിരുന്നാൽ കൂടി ഭയങ്കര സന്തോഷമായി നേരിട്ട് കണ്ടപ്പോൾ. അവൻ വീഡിയോ ഒക്കെ എടുക്കണോ അമ്മയും ചോദിച്ചു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിടും ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തോംസൺ കാസയിലേക്ക് പോയി. അവിടെ വെച്ചതാ ചിക്കുനൊരു സർപ്രൈസ്, iPhone 16. ചിക്കു ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വലിയൊരു ഫോൺ കിട്ടുമെന്ന് അവൻ വിചാരിച്ചിട്ടില്ല. എനിക്കും ഹസ്ബൻഡിനും ഒക്കെ എൻ്റെ മോൻ മേടിച്ച് തന്നിട്ടുണ്ട് ഫോണ്. അപ്പോൾ ചിക്കുവിനും കൂടി ഒരു iPhone ഇരിക്കട്ടെ എന്നാണ് അവൻ പറയണത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോളൂട്ടി വീഡിയോ എടുക്കുന്നു. ഈ ഫോൺ കണ്ട സന്തോഷത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചിക്കു ഞാൻ കരയുന്നത് കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ബെല്ല പട്ടിക്കുട്ടിയില്ലേ, അവൻ മരിച്ചപ്പോഴും അതുപോലെ ഈ ഫോണ് കയ്യിൽ കിട്ടിയപ്പോഴാണ് ചിക്കു ഒന്ന് കരഞ്ഞ് കണ്ടത്. സന്തോഷം കൊണ്ടാണിത്. അപ്പോൾ താങ്ക് യു യശ്ബാൻ. അത്രയൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നീ ഇത്രയും ചെറുപ്പത്തിൽ നമുക്ക് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. താങ്ക് യു.